ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മള് മധുരരാജയാണോ ലൂസിഫർ ആണോ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സിനിമ എന്നാണ് നമ്മൾ ഇന്ന് ആൾക്കാരോട് ചോദിക്കാൻ പോകുന്ന വിഷയം. ഇതൊരു എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണ്. ഒരുപാട് ഷോർട്ട് ഫിലിം ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ് ഇത്. ഇവർക്ക് സിനിമയായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ അവരുടെ പ്രതീക്ഷകൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നാളെ നമ്മുടെ ലൂസിഫർ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പോ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? മധുരരാജയ്ക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നത് അതോ നമ്മുടെ ലൂസിഫറിന് വേണ്ടിയിട്ടാണ്? നമ്മള് ലൂസിഫറിനാണ് കൂടുതൽ പ്രതീക്ഷ ചെയ്യുന്നത്. കാരണം നമ്മുടെ മോഹൻലാലിന്റെ നമ്മുടെ ട്രെയിലർ തന്നെ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നിരാശപ്പെടുത്തില്ല എന്ന് നല്ലൊരു ഉറപ്പുണ്ട്. എന്തായാലും മോഹൻലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ഒരിക്കലും നമ്മൾ നിരാശപ്പെടുത്തൂല. നമുക്ക് എന്തായാലും നല്ലൊരു മൂവി ആയിരിക്കും, നല്ല ഉറപ്പുണ്ട്. എന്തായാലും പൃഥ്വിരാജിന്റെ ഒരു സംവിധാന മികവും അതുപോലെ തന്നെ നമ്മുടെ ടോവിനോ മച്ചാന്റെ അഭിനയവും അതുപോലെ തന്നെ പൃഥ്വിരാജ് തന്നെ ഒരു ഗസ്റ്റ് റോളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മഞ്ജു ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു ഹോപ്പുണ്ട്, നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും മധുരരാജയെ കുറിച്ച് എന്താ അഭിപ്രായം? മധുരരാജ ട്രെയിലർ ഇഷ്ടപ്പെട്ടു? ട്രെയിലർ നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മധുരരാജ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ട്രെയിലറിനെ കുറിച്ച്. പക്ഷേ പ്രതീക്ഷത്തിന് നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പടം എന്തായാലും ഒരു പോക്കിരാജ് പോലെ ഒരു ആവറേജ് പടം അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അതിനെ കുറിച്ച്. പക്ഷെ ലൂസിഫർ എന്തായാലും നല്ല അടിപൊളി പടമായിരിക്കും. നല്ല പ്രതീക്ഷ. ഹായ്, എഡിറ്റിംഗിൽ എങ്ങനെ പോകുന്നുണ്ട്? പിന്നെ നാളെ നമ്മുടെ ലൂസിഫർ റിലീസ് ആവാൻ പോവുകയാണ്. എല്ലാരും വളരെ വലിയ പ്രതീക്ഷയിലിരിക്കുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിരുന്നോ? എന്താണ് അഭിപ്രായം നാളെ ഇറങ്ങാൻ പോകുന്ന ലൂസിഫറിനെ കുറിച്ച്? ഇത് വിജയമാകുമോ അതോ സാധാരണ ഒരു പടമായി പോകണോ? ഈ ഓഡിയൻ സിനിമ പോലെ ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് ഒക്കെ. കാരണം എന്താ പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയിൽ വന്ന മോഹൻലാലിന്റെ പടമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ പൊട്ടാനാണ് ചാൻസ് എന്നാണ് കാണുന്നത്. എന്തായാലും മധുരരാജ നല്ല ഹിറ്റായിരുന്നു. മധുരരാജ ട്രെയിലർ കണ്ടിരുന്നു? കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് ട്രെയിലർ? ട്രെയിലർ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സണ്ണി ചേച്ചിയും കൂടി മിക്സ് ആയി വരുന്ന ഒരു പടം, സൂപ്പർ ആയിരുന്നു പടം. ഹായ്, അതൊന്ന് ഓഫ് ചെയ്യാവോ? ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, തിരക്കിലാണെന്ന് അറിയാം. നാളെ നമ്മുടെ ലൂസിഫർ റിലീസ് ആവുകയാണല്ലോ. ലൂസിഫറിന്റെ ട്രെയിലർ കണ്ടിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ട്രെയിലർ? സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? സിനിമയുടെ വിജയം എങ്ങനെയായി? മധുരരാജ ട്രെയിലർ കണ്ടിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? മധുരരാജ ആയിരിക്കോ ലൂസിഫർ ആയിരിക്കോ ഏറ്റവും വലിയ വിജയം? രണ്ടും നല്ല വിജയമായിരിക്കാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഏതെങ്കിലും ഒരു പടത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ഏതായിരിക്കും വലിയ വിജയം? അങ്ങനെ വെച്ചാൽ എന്താ പറയാ, രണ്ടും നല്ല ഹിറ്റായിരിക്കും. അതിനാൽ ലൂസിഫർ ആയിരിക്കും നല്ല മികച്ചതാണെന്ന് തോന്നുന്നു. ഹായ്, എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? നാളെ നമ്മുടെ ലൂസിഫർ റിലീസ് ആവാൻ പോവുകയാണ്. നമ്മൾ ഈ സ്ഥാപനത്തിലെ മറ്റുള്ള എഡിറ്റേഴ്സിനോടൊക്കെ ചോദിച്ചു. നിങ്ങൾ സിനിമയായിട്ട് വളരെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ലൂസിഫറിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? ട്രെയിലർ കണ്ടിരുന്നു? ട്രെയിലറിലെ കണ്ട് അടിപൊളിയാണ്. ലാലേട്ടന്റെ ഒരു വ്യത്യസ്ത ഒരു അഭിനയമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള ഒരു ആകാംക്ഷയിലാണ് നാളെ കാണാൻ വേണ്ടി. ഫാൻസിന് ടിക്കറ്റ് ഉണ്ട്, രാവിലെ തന്നെ പോയി കാണും. അതിന് വേണ്ടിയുള്ളൊരു ആകാംക്ഷയിലാണ്. ലൂസിഫർ മലയാളം കണ്ട ഏറ്റവും വലിയൊരു വിജയമാവാൻ പോവുകയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ചിത്രത്തിന്റെ തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോ ലാലേട്ടന്റെ നമുക്ക് കണ്ടാണ് പുലിമുരുകൻ, പിന്നെ ഒപ്പം, ദൃശ്യം തുടങ്ങിയ എല്ലാ അഭിനയെല്ലാം കണ്ടാണ് ലാലേട്ടനോട് ഇപ്പോ ഒപ്പത്തിനൊപ്പം നിന്ന് ഒരു ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പൊ മലയാള സിനിമയിൽ ഒരു നടനില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ മമ്മൂട്ടിയുടെ മധുരരാജ ഇറങ്ങുന്നുണ്ട്. അതിലൊന്നിപ്പോ റിവ്യൂ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് വ്യൂസ് നോക്കിയാൽ മനസ്സിലാവും ലാലേട്ടനാണോ മമ്മൂക്കാണോ ആരാണ് ഇപ്പൊ ബെറ്റർ ആയിട്ടില്ലേ എന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പൊ മധുരരാജ ആണോ ലൂസിഫർ? മധുരരാജ ട്രെയിലർ കണ്ടാണല്ലേ? അപ്പൊ മധുരരാജ ആയിരിക്കോ ലൂസിഫർ ആയിരിക്കും ഏറ്റവും വലിയ വിജയം? ഒറ്റ വാക്കിൽ പറഞ്ഞ ലൂസിഫർ മാത്രം, അതിന് വേറെ ഇതിലില്ല. ഓക്കെ, താങ്ക് യു.